ഹലോ പി എസ് സി ആസ്പിരൻസ്, ഈസി ഇംഗ്ലീഷാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. നമുക്ക് സോ ദാറ്റ് അങ്ങ് പഠിച്ചാലോ? വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നോക്കാം, നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു സണ്ണി സീഡ്സ് പി എസ് സി ക്ലാസ്സസ്. സോ ദാറ്റാണ് നമ്മൾ പഠിക്കുന്നത്. സോ ദാറ്റ്. അപ്പോൾ സോ ദാറ്റ് ചേർത്ത് എങ്ങനെ രണ്ട് വാക്യങ്ങളെ ചേർത്ത് ഒറ്റ വാക്യമാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ടൈപ്പ് 1 ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനുവേണ്ടി ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് വാക്യങ്ങൾ എടുത്തിട്ടുണ്ട്. എക്സാമ്പിളിന് വേണ്ടി രണ്ട് വാക്യങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കാം. ഈ റിയ റാൻ വെരി ഫാസ്റ്റ്, ഷീ കുഡ് ക്യാച്ച് ദ ബസ്. ഇത് രണ്ട് വാക്യങ്ങളാണ്. ഇത് സോ ദാറ്റ് ചേർത്ത് എങ്ങനെ ഒറ്റ വാക്യമാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ വാക്യത്തിൽ, ഇവിടെ ഒന്നാമത്തെ വാക്യം ഇതാണ്. ഒന്നാമത്തെ വാക്യത്തിൽ വെരി അല്ലെങ്കിൽ ടു ഉണ്ടോ എന്ന് നോക്കുക. വെരി അല്ലെങ്കിൽ ടു ഒന്നാമത്തെ വാക്യത്തിലുണ്ടോ? ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. വെരി എന്നുള്ള വാക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ട് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ ഇത് ഇവിടെ വെരി എന്നുള്ളത് വേണ്ട, നമ്മളതിനെ ഒഴിവാക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്? അതിന് പകരമായിട്ട് സോ എന്നവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സോ എന്ന് ആഡ് ചെയ്തു. അപ്പോൾ വെരി അല്ലെങ്കിൽ ടു എന്നുള്ളത് ആദ്യത്തെ വാക്യത്തിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു നമ്മൾ. എന്നിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് അതിന് പകരം എന്ത് ചേർക്കുന്നു? സോ എന്ന് ചേർക്കുന്നു. ഇനി ഈ വെരി അല്ലെങ്കിൽ ടു എന്നുള്ള വാക്കുകളൊന്നും ഇല്ലയെന്ന് വെച്ചു. നമ്മൾക്ക് തന്നിരിക്കുന്നതിലെ ഒന്നാമത്തെ വാക്യത്തിൽ വെരി അല്ലെങ്കിൽ ടു എന്നുള്ള വാക്കുകളൊന്നും വരുന്നില്ല എങ്കിൽ അതിലെ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബ് കണ്ടുപിടിക്കണം. അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മുന്നിലായിട്ട് സോ ചേർക്കണം. ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണെങ്കിൽ ഫുൾ സ്റ്റോപ്പിന് മുന്നേ വരുന്ന വാക്കുണ്ടല്ലോ, അതിൻ്റെ മുന്നേ ആയിട്ട് സോ അങ്ങ് ചേർക്കണം. ഇപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ എങ്ങനെയാണ് ബാക്കി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വെരി അല്ലെങ്കിൽ ടു ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് അതിനെ അവോയ്ഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളവിടെ സോ എന്ന് ചേർക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സോ എന്ന് ചേർത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത വാക്കിന് ശേഷം നമ്മൾ ദാറ്റ് എന്ന് ആഡ് ചെയ്തിട്ട് ബാക്കി സെൻറ്റൻസ് എടുത്തെഴുതുന്നു. അപ്പോൾ റിയ റാൻ സോ ഫാസ്റ്റ്, ഇവിടെ ദാറ്റ് ചേർക്കുന്നു. ദാറ്റ് ഷീ കുഡ് ക്യാച്ച് ദ ബസ്. അപ്പോൾ എങ്ങനെ വന്നു ആൻസർ? റിയ റാൻ സോ ഫാസ്റ്റ് ദാറ്റ് ഷീ കുഡ് ക്യാച്ച് ദി ബസ്. അപ്പോൾ ഒന്ന് മനസ്സിലായോ? ഒന്നാമത്തെ വാക്യത്തിൽ വെരി അല്ലെങ്കിൽ ടു തുടങ്ങിയ വാക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അവയെ ഒഴിവാക്കുക. ആ സ്ഥാനത്ത് സോ എന്ന് ആഡ് ചെയ്യുക. അതിന് തൊട്ടടുത്ത വാക്കിന് ശേഷം ദാറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി മുഴുവൻ കാര്യങ്ങളും എടുത്ത് അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഈ വാക്യങ്ങൾ ഒറ്റ വാക്യമാകുമ്പോൾ എങ്ങനെ വരും? റിയ റാൻ സോ ഫാസ്റ്റ് ദാറ്റ് ഷീ കുഡ് ക്യാച്ച് ദ ബസ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് കൂടി നമുക്ക് ചെയ്തു നോക്കാം. ടൈപ്പിലെ 2-3 എക്സാമ്പിൾസ് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ദ ബോക്സ് ഇസ് വെരി ഹെവി, ഐ കനോട്ട് ലിഫ്റ്റ് ഇറ്റ്. ദ ബോക്സ് ഇസ് വെരി ഹെവി, ഐ കനോട്ട് ലിഫ്റ്റ് ഇറ്റ്. രണ്ട് സെൻറ്റൻസസ് ആണ്. ഫസ്റ്റ് സെൻറ്റൻസ് ഏതാ? ദ ബോക്സ് ഇസ് വെരി ഹെവി എന്നുള്ളത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഐ കനോട്ട് ലിഫ്റ്റ് ഇറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് അനുസരിച്ച് ആദ്യത്തെ വാക്യത്തിൽ വെരി അല്ലെങ്കിൽ ടു ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഉണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യുക. അതിന് പകരം സോ ചേർക്കുക. പിന്നെ ദാറ്റ് ചേർത്ത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ദ ബോക്സ് ഈസ് സോ ഹെവി ദാറ്റ് ഐ കനോട്ട് ലിഫ്റ്റ് ഇറ്റ്. മനസ്സിലായോ? ദ ബോക്സ് ഈസ് സോ ഹെവി ദാറ്റ് ഐ കനോട്ട് ലിഫ്റ്റ് ഇറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ കോഫി വാസ് വെരി ഹോട്ട്, ഐ കുഡ് നോട്ട് ഡ്രിങ്ക് ഇറ്റ്. ദ കോഫി വാസ് വെരി ഹോട്ട്, ഐ കുഡ് നോട്ട് ഡ്രിങ്ക് ഇറ്റ്. രണ്ട് സെൻറ്റൻസസ് ആണ്. ആദ്യത്തെ സെൻറ്റൻസിൽ ടു ഓർ വെരി ഉണ്ടോ? ഉണ്ട്. വെരി വരുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുക. സോ ആഡ് ചെയ്യുക. ദാറ്റ് ചേർത്ത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ദ കോഫി വാസ് സോ ഹോട്ട് ദാറ്റ് ഐ കുഡ് നോട്ട് ഡ്രിങ്ക് ഇറ്റ്. ആൻസർ എങ്ങനെയാണ്? ദ കോഫി വാസ് സോ ഹോട്ട് ദാറ്റ് ഐ കുഡ് നോട്ട് ഡ്രിങ്ക് ഇറ്റ്. മൂന്നാമത്തെ എക്സാമ്പിൾ, ഹീ ഈസ് വെരി ഇൽ, ദ ഡോക്ടേഴ്സ് ഡു നോട്ട് എക്സ്പെക്ട് ഹിം ടു റിക്കവർ. ഇവിടെ അടുത്ത സെൻറ്റൻസ് ആണ്. ഹീ ഈസ് വെരി ഇൽ, ദ ഡോക്ടേഴ്സ് ഡു നോട്ട് എക്സ്പെക്ട് ഹിം ടു റിക്കവർ. രണ്ട് സെൻറ്റൻസസ് ആണ്. ഇത് ഫസ്റ്റ് സെൻറ്റൻസ്. ഹീ ഈസ് വെരി ഇൽ എന്നുള്ളത് ഫസ്റ്റ് സെൻറ്റൻസ്. ദ ഡോക്ടേഴ്സ് ഡു നോട്ട് എക്സ്പെക്ട് ഹിം ടു റിക്കവർ എന്നുള്ളത് സെക്കൻഡ് സെൻറ്റൻസ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ വെരി ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നു. നമ്മളവിടെ സോ ആഡ് ചെയ്യുന്നു. ഇൽ എന്നതിന് ശേഷം നമ്മൾ ദാറ്റ് ആഡ് ചെയ്ത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീ ഈസ് സോ ഇൽ ദാറ്റ് ദ ഡോക്ടേഴ്സ് ഡു നോട്ട് എക്സ്പെക്ട് ഹിം ടു റിക്കവർ. ആൻസർ, ഹീ ഈസ് സോ ഇൽ ദാറ്റ് ദ ഡോക്ടേഴ്സ് ഡു നോട്ട് എക്സ്പെക്ട് ഹിം ടു റിക്കവർ. മനസ്സിലായോ? ഇതാണ് ടൈപ്പ് 1. ഈ ടൈപ്പ് 1 വളരെ സിമ്പിളാണ്. നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് ടു ചേർത്തിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ സോ ദാറ്റ് വെച്ച് നമ്മൾ എങ്ങനെ റീഫ്രെയിം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് സോ ദാറ്റ് ചേർക്കുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് എടുക്കാം. കോഫി ഈസ് ടു ഹോട്ട് ടു ബി ഡ്രിങ്ക്. ടു ചേർത്തിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് സോ ദാറ്റ് ചേർക്കണം. അതാണ് നമ്മുടെ ജോലി.
സോ ദാറ്റ് ചേർത്ത് ഈ സെൻറ്റൻസ് എങ്ങനെ പറയും നോക്കാം. അപ്പോൾ ഈ ടു വരുന്ന സ്ഥലത്ത് ഈ ടൂവിനെ അങ്ങ് കട്ട് ചെയ്തിട്ട് അവിടെ സോ ആഡ് ചെയ്യണം. എന്നിട്ട് ഈ ടു വരുന്ന സ്ഥലത്ത് അതിനെ കട്ട് ചെയ്തിട്ട് ദാറ്റ് ആഡ് ചെയ്യണം. തീർന്നിട്ടില്ല, ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് അത്രയും കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. ദ കോഫി ഈസ് സോ ഹോട്ട് ദാറ്റ്. ഓക്കെ, അത്രയും വരെ ശരിയായി. സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ദ കോഫി ഈസ് സോ ഹോട്ട് ദാറ്റ്, അവിടെ വരെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചു. ഇനി ബാക്കി എന്ത് ചെയ്യണം നോക്കാം. ദാറ്റ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് സബ്ജക്റ്റ് നിർബന്ധമായതിനാൽ വാക്യം ആരംഭിക്കുന്ന സബ്ജക്റ്റിൻ്റെ പ്രോനൗൺ എടുത്ത് എഴുതണം. ദാറ്റ് കഴിഞ്ഞാൽ ഉടനെ എന്താ, സബ്ജക്റ്റ് നിർബന്ധമാണ്. അതുകൊണ്ട് ഈ സബ്ജക്റ്റിൻ്റെ പ്രോനൗൺ എടുത്ത് എഴുതണം. എങ്ങനെയാണ് പ്രോനൗൺ എഴുതുന്നത്? റാം എന്നാണെങ്കിൽ ഹി എന്നെഴുതണം, സീത എന്നാണെങ്കിൽ ഷീ എന്നെഴുതണം, ക്യാറ്റ് ആണെങ്കിൽ ഇറ്റ് എന്നെഴുതണം, കോഫി ആണെങ്കിൽ ഇറ്റ് എന്നെഴുതണം. ഇതാണ് പ്രോനൗൺ. അപ്പോൾ ഇവിടെ കോഫിയാണ്, അതുകൊണ്ട് പ്രോനൗൺ എന്ത് വരും? ഇറ്റ് വരും. അപ്പോൾ ഇറ്റ് നമ്മളിവിടെ ആഡ് ചെയ്തു. അപ്പോൾ സെൻറ്റൻസ് എവിടെ വരെ എത്തി? ദ കോഫി ഈസ് സോ ഹോട്ട് ദാറ്റ് ഇറ്റ് വരെ എഴുതി അല്ലേ. ഇനി ബാക്കി ചെയ്യാനുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ, ഇത്രയും ഞാനൊന്ന് ക്ലിയർ ചെയ്യുവാണേ. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ കനോട്ട് അല്ലെങ്കിൽ കുഡ് നോട്ട് അല്ലെങ്കിൽ വിൽ നോട്ട് അല്ലെങ്കിൽ വുഡ് നോട്ട് ഇത് ചേർക്കണം. ഇതെങ്ങനെയാണ് ചേർക്കുന്നത്? വാക്യത്തിലെ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ മെയിൻ വേർബിൻ്റെ ടെൻസ് അനുസരിച്ച് വേണം ഇത് എഴുതാൻ. അതായത് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ കനോട്ട് എന്ന് ചേർക്കണം, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ കുഡ് നോട്ട് എന്നും ചേർക്കണം. ഓക്കെ, പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ കനോട്ട് എന്ന് ചേർക്കണം, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ കുഡ് നോട്ട് എന്ന് ചേർക്കണം. മനസ്സിലായിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറയാണ്, ഐ കാൺട്ട് ഹെൽപ്പ് യു നൗ, ഐ ക്യാൻ നോട്ട് ഹെൽപ്പ് യു നൗ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ലേ. ഐ കാൺട്ട് ഹെൽപ്പ് യു നൗ. അപ്പോൾ അതുകൊണ്ട് പ്രസൻറ്റ് ടെൻസിലായതുകൊണ്ടാണ് കനോട്ട് ഉപയോഗിച്ചത്. നമ്മൾ പറയാണ് ഷീ കുഡ് നോട്ട് ഫൈൻഡ് ദ പെൻ. അവൾക്ക് പേന കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഷീ കുഡിൻറ്റ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് കുഡ് നോട്ട് എന്ന് വന്നു. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ സെൻറ്റൻസിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സെൻറ്റൻസ് ദ കോഫി ഈസ് ടു ഹോട്ട് ടു ബി ഡ്രങ്ക് എന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ഇവിടെ ടു കട്ട് ചെയ്തു, സോ ആഡ് ചെയ്തു, ഇവിടെ ടു കട്ട് ചെയ്തു, ദാറ്റ് ആഡ് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ പ്രൊനൗൺ എടുത്തെഴുതി, അപ്പോൾ ഇറ്റെന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതനുസരിച്ച് എന്താണ് ആഡ് ചെയ്യേണ്ടത്? cannot be drunk. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരും? ദ കോഫി ഈസ് സോ ഹോട്ട് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ഡ്രങ്ക്. ഒന്നുകൂടി നീറ്റായിട്ട് എഴുതാം. ദ കോഫി ആൻസർ ആണ്. ദ കോഫി ഈസ് സോ, നമ്മളിവിടെ സോ എന്ന് ആഡ് ചെയ്തായിരുന്നു. സോ ഹോട്ട്, ഈ ടു കളഞ്ഞിട്ട് നമ്മൾ ദാറ്റ് ആഡ് ചെയ്തായിരുന്നു. അതിനുശേഷം പ്രൊനൗൺ വരണം. ദാറ്റ് ഇറ്റ് cannot be drunk. ഇതാണ് ആൻസർ. ദ കോഫി ഈസ് സോ ഹോട്ട് ദാറ്റ് ഇറ്റ് cannot be drunk. ഇതാണ് ആൻസർ. ഇനി കുറച്ച് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. 1-2 എക്സാമ്പിൾസ് നോക്കാം. ദ ന്യൂസ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ. ദ ന്യൂസ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ. ഇതെങ്ങനെ ചെയ്യും? ദ ന്യൂസ് ഈസ് സോ ഗുഡ് ദാറ്റ്, എന്നിട്ട് പ്രൊനൗൺ എഴുതണം. ഇറ്റ് cannot be ട്രൂ. മനസ്സിലായോ? ദ ന്യൂസ് ഈസ്, ഇവിടെ ടു അല്ലേ വന്നേ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സോ ആഡ് ചെയ്തു. സോ ഗുഡ്, ഇവിടുത്തെ ടുവിന് പകരം നമ്മൾ ദാറ്റ് ആഡ് ചെയ്തു. ദാറ്റ്, അത് കഴിഞ്ഞിട്ട് എന്ത് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? പ്രോനൗൺ ആഡ് ചെയ്യണം. ഇറ്റ് cannot be ട്രൂ. ഓക്കെ, ദ ന്യൂസ് ഈസ് സോ ഗുഡ് ദാറ്റ് ഇറ്റ് cannot be ട്രൂ. അപ്പോൾ ആദ്യം നമ്മൾ ടുവിന് പകരം സോ ആഡ് ചെയ്യുന്നു, അടുത്ത ടുവിന് പകരം നമ്മൾ ദാറ്റ് ആഡ് ചെയ്യുന്നു, അതിനുശേഷം പ്രോനൗൺ എഴുതുന്നു, അതിനുശേഷം പ്രസൻറ്റ് ടെൻസോ പാസ്റ്റ് ടെൻസ് ആണോ മെയിൻ വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് എന്ന് നോക്കിയിട്ട് അതിന് ചേർന്നത് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. cannot be ട്രൂ എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കിയാലോ? നോക്കാം. രമ വാസ് ടു ഷോർട്ട് ടു ടച്ച് ദ സീലിംഗ്. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യും. എങ്ങനെ ചെയ്യും? ഈ ടു മാറ്റിയിട്ട് നമ്മൾ സോ ആഡ് ചെയ്യുന്നു, ഇത് മാറ്റിയിട്ട് നമ്മൾ ദാറ്റ് ആഡ് ചെയ്യുന്നു. രമ എന്നുള്ളത്
ഗേൾ ആണ്, പെണ്ണാണ്. അതുകൊണ്ട് നമ്മൾ ഷീ എന്ന് ആഡ് ചെയ്യുന്നു. ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടെ വാസ് ആയതുകൊണ്ട് നമുക്കറിയാം ഇതെന്താണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ കുഡ് നോട്ട് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെങ്ങനെ സ്ട്രക്ചർ ചെയ്തേ? രമയാണ്. ഓക്കെ, രമ വാസ് സോ ഷോർട്ട് ദാറ്റ് ഷീ, പാസ്റ്റ് ടെൻസ് അല്ലേ, കുഡ് നോട്ട് ടച്ച് ദി സീലിംഗ്. ക്ലിയർ? രമ വാസ് സോ ഷോർട്ട് ദാറ്റ് ഷീ കുഡ് നോട്ട് ടച്ച് ദി സീലിംഗ്. മനസ്സിലായോ? ഓക്കെ. സമയമാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പഠിച്ചത് മനസ്സിലായോ എന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിയാദ് ഈസ് സോ പുവർ ദാറ്റ് ഹി ബ്ലാങ്ക് പേ മോർ. ഇവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കുഡ് നോട്ട്, cannot, has not, have not. ഏതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം? സിയാദ് ഈസ് സോ പുവർ ദാറ്റ് ഹി ബ്ലാങ്ക് പേ മോർ. ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത ചോദ്യം, ജോണി ഈസ് വെരി ടയേർഡ് ഹി കനോട്ട് വാക്ക്. ഇത് സോ ദാറ്റ് ചേർത്ത് കമ്പൈൻ ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കുക. കമ്പൈൻ ദ സെൻറ്റൻസസ് എന്ന് പറയുന്നതിനകത്ത് വന്നിരിക്കുന്ന ചോദ്യമാണ് ജോണി ഈസ് വെരി ടയേർഡ് ഹി കനോട്ട് വാക്ക്. ഇത് സോ ദാറ്റ് ചേർത്ത് കമ്പൈൻ ചെയ്ത് എഴുതുക. ഇത് രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു ടോപ്പിക്കുമായി ഉടനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. മച്ച് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.